കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ ചെയ്യണമെന്ന്. അപ്പോഴാണ് ഈ കേക്ക് വന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് തന്നെ കിട്ടി. പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഭയങ്കര ഡിസൈനൊക്കെ ഞാനങ്ങ് പ്ലാൻ ചെയ്യും. പക്ഷെ ചെയ്ത് വരുമ്പോൾ അതൊന്നും ശരിയായി വരത്തില്ല. ഇതും ആ പറഞ്ഞ കൂട്ടൊക്കെ തന്നെ ശരിയായെന്ന് എനിക്കങ്ങോട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതെൻ്റെ മാമന് സർപ്രൈസ് കൊടുക്കാനായിട്ട് ചെയ്തൊരു കേക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ചെറിയൊരു ഡ്രോപ്പ് യെല്ലോ ഷെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ബട്ടർ ക്രീമിൻ്റെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും കൂടെ ഈ 2 ഫ്ലവേഴ്സ് 2 സൈഡിലായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്ലവർ ചെയ്ത് വന്നപ്പോൾ ഇത്രയധികം പെറ്റൽസ് ഒന്നും വേണമെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ. ചെയ്ത് വന്നപ്പോൾ എനിക്ക് പെറ്റൽസിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂടിയിരിക്കുന്നതെന്ന് നല്ലതെന്ന് തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ പെറ്റൽസ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇനിയാണ് ടാസ്ക്. ശ്ലതകാകളി വൃത്തത്തിൽ 2ാം പാദത്തിൽ അന്തിമം 2 അക്ഷരം കുറഞ്ഞിടുന്നത് മഞ്ജരിയായിടും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. 2 അക്ഷരം കുറഞ്ഞു എന്ന് എനിക്കൊരു ഡൗട്ട്. പക്ഷെ കുറഞ്ഞിട്ടില്ല കേട്ടോ. അത് രണ്ടും ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ വൃത്തം തിരിക്കാനൊക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കേക്കിൻ്റെ ഫൈനലൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.